നമ്മൾ ഇന്ന് എപ്പോഴും ചോദിച്ചു വരുന്ന കുറച്ച് തിയറി ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. എക്കണോമിക്സിനെ പറ്റി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുപോലെ ഒരുപാട് തിയറി ക്വസ്റ്റ്യൻസും നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ചോദിച്ചു വരുന്ന കുറച്ച് ഫ്രീക്വന്റ് ആയിട്ടുള്ള തിയറി ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മളെല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനും നമുക്ക് കാണാൻ പറ്റിയത്. സോ അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. ആൻഡ് ഫസ്റ്റ് വൺ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്, ഡ്രാമാറ്റിക്കലി എക്സ്പ്ലെയിൻ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം. കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് അഥവാ ചിലപ്പോൾ സബ് ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും നമ്മളോട് ചോദിക്കുക. ചിലപ്പോൾ ബഡ്ജറ്റ് ലൈൻ എന്താണ്, അല്ലെങ്കിൽ ഇൻഡിഫറൻസ് കർവ് എന്താണ്, ഇത് രണ്ടും ഇതിലേതെങ്കിലും ഒന്ന് എന്താന്ന് ചോദിക്കും. എന്നിട്ട് അതിന്റെ സബ് ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്താണ് അത് ഡയഗ്രാമാറ്റിക്കലി എന്താക്കാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നത്. ഓക്കെ, സോ നമുക്കറിയാം എന്താണ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബഡ്ജറ്റ് ലൈനും നമ്മുടെ ഇൻഡിഫറൻസ് കർവും മീറ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റ്, ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് അല്ലേ. സോ നമ്മുടെ ബഡ്ജറ്റ് ലൈനിന്റെ പ്രത്യേകത എന്തായിരിക്കും, നമ്മൾ മുഴുവൻ ഇൻകം നമ്മൾ എന്താക്കുന്നുണ്ടാവും, സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും അല്ലെ. ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതാണ്. ഏത് ഇൻഡിഫറൻസ് കർവ് ആണോ മുകളിൽ അതിൽ നിന്നായിരിക്കും നമുക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടാവും അല്ലെ. സോ ഇത് രണ്ടും മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് എന്തെന്ന് പറയുന്നത്, കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം? ഇറ്റ് ഈസ് എ പോയിന്റ് വേർ എ കൺസ്യൂമർ ക്യാൻ എൻജോയ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ വിത്ത് ഹിസ് ഇൻകം. അയാളുടെ ഇൻകത്തിലൂടെ അയാൾക്ക് എന്ത് കിട്ടും, മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഓക്കെ, സോ നമ്മൾ ഈ ഒരു പിക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റും എന്താവുന്നുണ്ട്, രണ്ടും ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. ഇ എന്ന് പറയുന്ന പോയിന്റിലും ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്, ക്യൂ എന്ന് പറയുന്ന പോയിന്റിലും ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ ഏത് പോയിന്റ് ആണ് നമ്മൾ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം ആയിട്ട് കൺസിഡർ ചെയ്യുക? ഏറ്റവും മുകളിലുള്ള ഇൻഡിഫറൻസ് കർവ് ഏതാണോ അതുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റ് ആയിരിക്കും നമ്മൾ എന്താക്കേണ്ടത്, കൺസിഡർ ചെയ്യേണ്ടത്. സോ അങ്ങനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പി എന്ന് പറയുന്ന പോയിന്റും ക്യൂ എന്ന് പറയുന്ന പോയിന്റും IC1ന്റെ മുകളിലാണ് അല്ലെ. ഇ എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ് IC2ന്റെ മുകളിലാണ്. സോ നമ്മൾ ഏതാണ് കൺസിഡർ ചെയ്യുക, IC2 ആണ്. എന്തുകൊണ്ടാണ് നമ്മൾ IC2 കൺസിഡർ ചെയ്യുന്നത്? IC1നെക്കാട്ടി നമുക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുക എവിടുന്നാണ്, IC2ൽ നിന്നായിരിക്കും. ഓക്കെ, അപ്പൊ IC2നെക്കാട്ടി കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ നമുക്ക് IC3 എന്നായിരിക്കും. പക്ഷെ IC3യും ബഡ്ജറ്റ് ലൈനും ഇന്റർസെക്ട് ചെയ്യുന്നില്ല. സോ നമ്മൾ ഏതാണ് കൺസിഡർ ചെയ്യുക, പോയിന്റ് ഇ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. നിങ്ങൾ അത്ര എഴുതി കൊടുത്താൽ മതി. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് എന്ത്, എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ്. മാക്രോ എക്കണോമിക്സ് എങ്ങനെയാണ് വന്നത്, ഇതിനെ പറ്റിയിട്ട് നമ്മൾ ചെറിയൊരു ഷോർട്ട് നോട്ട് എഴുതാൻ വേണ്ടിയിട്ട് നമ്മളോട് ചിലപ്പോൾ 3 മാർക്കിനോ അതല്ലാന്നുണ്ടെങ്കിൽ 4 മാർക്കിനോ നമ്മളോട് ഫ്രീക്വന്റ് ആയിട്ട് നമ്മളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ്. അപ്പൊ നമുക്കറിയാല്ലേ, നമ്മളൊരു കഥ പോലെ നമ്മൾ ഒരുപാട് വീഡിയോസിലൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ഒരു ടോപ്പിക്കാണ്. അപ്പൊ നമ്മൾ അത് എന്താക്കുക, ഒരു കഥ പോലെ തന്നെ പഠിച്ചു വെക്കുക. അതായത് ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്, ആഡം സ്മിത്ത്, ആൽഫ്രഡ് മാർഷൽ, ഇവരൊക്കെ ഏത് മെത്തേഡായിരുന്നു ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്, ലേസർ ഫെയർ പോളിസി ആയിരുന്നു. എന്താണ്, ലീസ്റ്റ് ഗവൺമെന്റ് ഇന്റർവെൻഷൻ. ഗവൺമെന്റ് എന്താക്കണ്ട, കൂടുതൽ കൈക്കടത്തലുകൾ നടത്തണ്ട, ഗവൺമെന്റ് കൂടുതൽ ഇടപെടാൻ വേണ്ടിയിട്ട് വരണ്ട. എക്കണോമിക് ആക്ടിവിറ്റീസ് തന്നെ എന്താക്കാം, എക്കണോമിക് ആക്ടിവിറ്റീസിനെ നമ്മൾ എന്താക്കുക, അതങ്ങോട്ട് എല്ലാ എക്കണോമിക് ആക്ടിവിറ്റീസും മാർക്കറ്റ് ഫോഴ്സിനനുസരിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് വിടാം. ഓക്കെ, എന്തൊരു പ്രോബ്ലം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിലും, എക്കണോമിയിൽ എന്തൊരു പ്രശ്നം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിലും ഡിമാൻഡും സപ്ലൈയും തന്നെ എന്താക്കിക്കോളും, അത് സോൾവ് ചെയ്തോളും. അങ്ങനെ ഒരു പ്രശ്നങ്ങൾ സോൾവ് ചെയ്തുകൊണ്ട് വന്നിരുന്ന ഒരു ടൈമായിരുന്നു. ഓക്കെ, ഇൻവിസിബിൾ ഹാൻഡ് ആയിട്ട് നമ്മൾ നിന്നാൽ മതി. എന്താണ്, സപ്ലൈ തന്നെ അതിനുള്ള എന്ത് ഉണ്ടാക്കിക്കോളും, ഡിമാൻഡ് ഉണ്ടാക്കിക്കോളും. ഓക്കെ, അങ്ങനെ ആയിരുന്നു എന്തായിരുന്നത്, അവരൊക്കെ വിശ്വസിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴാണ് എന്തുണ്ടാവുന്നത്, ഗ്രേറ്റ് ഡിപ്രഷൻ ഉണ്ടാവുന്നത് നമ്മുടെ എക്കണോമിയിൽ. ഓക്കെ, ഗ്രേറ്റ് ഡിപ്രഷൻ ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് എന്ത്, കൂടുതൽ ആളുകൾ അൺഎംപ്ലോയ്മെന്റ് ആവാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതുപോലെ തന്നെ ഇവർ പറഞ്ഞ ഈ ഒരു ഡിമാൻഡും സപ്ലൈയും തന്നെ നമ്മളെ മാർക്കറ്റിലുള്ള എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്തോളും എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അതങ്ങനെ സോൾവ് ആവൂല, അല്ലെങ്കിൽ അവര് പറഞ്ഞത് തെറ്റാണെന്ന് നമുക്ക് ഏതിലൂടെയാണ് മനസ്സിലായത്, ഗ്രേറ്റ് ഡിപ്രഷൻ 1930s നമുക്ക് മനസ്സിലായത്. ഓക്കെ, അപ്പം ക്ലാസിക്കൽ ഐഡിയാസ് ഓഫ് ഫുൾ എംപ്ലോയ്മെന്റ് ആൻഡ് ഓട്ടോമാറ്റിക് ഫംഗ്ഷനിങ് ഓഫ് ദി എക്കണോമി. എക്കണോമി ഓട്ടോമാറ്റിക് ആയിട്ട് എന്താക്കിക്കോളും, ഫംഗ്ഷൻസ് ഒക്കെ നടത്തിക്കോളും. അതെന്തായി പ്രൂവ്ഡ്, അത് തെറ്റാണ് എന്ന്
ഇതായി. എന്തിലൂടെയാണ്? ഗ്രേറ്റ് ഡിപ്രഷൻ വന്നതിലൂടെ. എന്താണ് ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു എക്കണോമിക് ക്രൈസിസ് ആണ് എന്തെന്ന് പറയുന്നത്? ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എക്കണോമിക് ക്രൈസിസ് ആണ് ഗ്രേറ്റ് ഡിപ്രഷൻ. ഓക്കെ, നമ്മുടെ മോഡേൺ എക്കണോമിക് ഹിസ്റ്ററിയിൽ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു എക്കണോമിക് ക്രൈസിസ് ആണ്. എവിടെയാണ് സ്റ്റാർട്ട് ആവുന്നത്? USA-ലാണ് അത് സ്റ്റാർട്ട് ആവുന്നത് 1929. പിന്നെ അത് ബാക്കിയുള്ള രാജ്യങ്ങളിലേക്ക് എന്താവാൻ തുടങ്ങി? സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഗ്രേറ്റ് ഡിപ്രഷന്റെ ഭാഗമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ എക്കണോമിയിൽ ഉണ്ടായത്? ഒരുപാട് ബാങ്കുകളൊക്കെ എന്താവാൻ വേണ്ടി തുടങ്ങി? ബാങ്ക്രപ്റ്റ് ആവാൻ വേണ്ടിയിട്ട് തുടങ്ങി. അത് മാത്രമല്ല ക്രെഡിറ്റ് ക്രൈസിസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് തുടങ്ങി. നമ്മുടെ എക്കണോമി ഭയങ്കരമായിട്ട് ചുരുങ്ങാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഒരുപാട് ആളുകൾ അൺഎംപ്ലോയിഡ് ആവാൻ വേണ്ടി തുടങ്ങി. വെറും 3% മാത്രമേ നമ്മുടെ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടായിട്ടുള്ളൂ. അത് എത്ര ആയിട്ട് മാറി? 1933 ആയപ്പോഴത്തേക്ക് 25% അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാവാൻ വേണ്ടി തുടങ്ങി. ഓക്കെ, പിന്നെ അത് മാത്രമല്ല നമ്മുടെ എക്കണോമി 33% ആയിട്ട് ചുരുങ്ങാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഓക്കെ, അപ്പോഴാണ് ആര് വരുന്നത്? നമ്മുടെ JM കീൻസ് വരുന്നത്. ഓക്കെ, എന്നിട്ട് അദ്ദേഹത്തിന്റെ ബുക്കായിട്ടുള്ള ദ ജനറൽ തിയറി എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ബുക്കിലൂടെയാണ് എന്ത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? മാക്രോ എക്കണോമിക് കൺസെപ്റ്റ് എന്താക്കുന്നത്? ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് നിങ്ങൾ എന്താക്കേണ്ടത്? എഴുതി കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എന്ത്? മോണിറ്ററി പോളിസി. എങ്ങനെയാണ് റിസർവ് ബാങ്ക് സപ്ലൈ എന്താക്കുന്നത്? കൺട്രോൾ ചെയ്യുന്നത്? അത് നമ്മൾ എന്താക്കുക? ഇൻസ്ട്രുമെന്റ്സ് ഓഫ് മോണിറ്ററി പോളിസീസ് ഏതൊക്കെ കാണാം. എനിക്ക് 4 എഴുതാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. മെയിൻ ആയിട്ട് ചിലപ്പോൾ നിങ്ങളോട് നമുക്കറിയാം ക്വാണ്ടിറ്റേറ്റീവ് ഉണ്ട്, ക്വാളിറ്റേറ്റീവ് ഉണ്ട്. 8 മാർക്കിനൊക്കെയാണ് ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ 2 എഴുതി കൊടുക്കണം. ഇനി അതല്ല ഒരു 5 മാർക്കിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താക്കുക? ഏതെങ്കിലും 4 എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ്സ് മാത്രം നമ്മൾ എന്താക്കുക? എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അതിൽ ഫസ്റ്റ് വൺ ആണ് എന്ത്? റെപ്പോ റേറ്റ്. റെപ്പോ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് നമ്മൾ എന്താക്കുന്നുണ്ടാവും? കൊമേഴ്ഷ്യൽ ബാങ്ക്സ് അവർക്ക് ഫൈനാൻഷ്യലി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവർ ആരാണ് അപ്രോച്ച് ചെയ്യുക? സെൻട്രൽ ബാങ്കിനാണല്ലോ അവർ അപ്രോച്ച് ചെയ്യുക. അങ്ങനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ സെൻട്രൽ ബാങ്ക് അവർക്ക് എന്ത് കൊടുക്കും? പൈസ കടം കൊടുക്കും. ഈ പൈസ കടം കൊടുക്കുമ്പോൾ വെറുതെ അല്ല കൊടുക്കുന്നുണ്ടാവും, അതിൽ എന്തുണ്ടാവും? ഒരു ഇൻട്രസ്റ്റ് അടയ്ക്കണം. ആ ഇൻട്രസ്റ്റ് റേറ്റിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റെപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ റെപ്പോ റേറ്റ് RBI എന്താക്കും? കൂട്ടും അതുപോലെ തന്നെ കുറയ്ക്കും ചെയ്യും. ഇൻഫ്ലേഷൻ ആണെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യുക? RBI ഈ റെപ്പോ റേറ്റ് ഇൻക്രീസ് ആണ് ചെയ്യുക. അങ്ങനെ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ റെപ്പോ റേറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഫണ്ട് എന്താവും? ഇൻക്രീസ് ആവും. ഓക്കെ, അപ്പൊ നമുക്ക് ആഗ്രിഗേറ്റ് ഡിമാൻഡ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഡിഫ്ലേഷൻ ആണെന്നുണ്ടെങ്കിൽ റെപ്പോ റേറ്റ് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക. ഇങ്ങനെ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എക്കണോമിയിൽ ഗ്രോത്ത് നമുക്ക് എന്താക്കാൻ വേണ്ടി പറ്റും? സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് റെപ്പോ റേറ്റ്. ദെൻ അടുത്തതാണ് എന്ത്? മാർജിനൽ റിക്വയർമെന്റ്സ്. ഇതൊരു ക്വാളിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റ് ആണല്ലേ മാർജിനൽ റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഒരു പ്രോപ്പർട്ടീൻ്റെ മാർക്കറ്റ് വാല്യൂ, ആ പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് കിട്ടുന്ന ലോൺ എമൗണ്ടിൻ്റെ ആ ഒരു ഡിഫറൻസും ആണ് എന്തെന്ന് പറയുന്നത്? മാർജിൻ ഓഫ് റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്. സപ്പോസ് നമ്മൾ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ആ പ്രോപ്പർട്ടീൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു 50 lakh ആണെന്ന് വിചാരിക്കാം. 50 lakh ആണ് പ്രോപ്പർട്ടീൻ്റെ വാല്യൂ. ഈ പ്രോപ്പർട്ടി നമ്മൾ സെക്യൂരിറ്റി ആയിട്ട് വെച്ചിട്ട് നമുക്ക് കിട്ടുന്ന ലോൺ എമൗണ്ട് എന്ന് പറയുന്നത് 10 lakh rupees ആണ്. സോ ഈ 50 lakhും 10 lakhും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്തെന്ന് പറയുന്നത്? മാർജിൻ ഓഫ് റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇൻഫ്ലേഷൻ ആണെന്നുണ്ടെങ്കിൽ മാർജിൻ ഓഫ് റിക്വയർമെന്റ്സ് ഇൻക്രീസ് ആക്കും. ഓക്കെ, ഇൻക്രീസ് ആക്കാണ് ചെയ്യുക. ഇൻഫ്ലേഷൻ ആകുമ്പോൾ മാർജിൻ ഓഫ് റിക്വയർമെന്റ്സ് എന്താക്കും? ഇൻക്രീസ് ആക്കും. വിച്ച് മീൻസ് ഈ ഡിഫറൻസ് എന്താക്കും? ഇൻക്രീസ് ആക്കും. അതായത് 50 lakh വെച്ച് കഴിഞ്ഞാൽ വെറും 5 lakh മാത്രം നമുക്ക് എന്ത് കിട്ടുള്ളൂ? ലോൺ കിട്ടുള്ളൂ. അപ്പൊ ആദ്യം 40 lakh ആയിരുന്നു ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ എത്ര ആയി മാറി? 45 lakh ആയി അതിന്റെ ഡിഫറൻസ്. സോ അത് ഇൻക്രീസ് ആക്കും. അങ്ങനെ ഇൻക്രീസ് ആക്കുമ്പോൾ ആളുകൾ എന്താ വിചാരിക്കുക? 50 lakh വെച്ച് കഴിഞ്ഞിട്ട് ആകെ 5 ലക്ഷം മാത്രം നമുക്ക് എന്ത് കിട്ടുന്നുള്ളൂ? ലോൺ കിട്ടുന്നുള്ളൂ എന്ന് വിചാരിക്കും. അങ്ങനെ നമുക്ക് എന്താക്കാം? നമ്മുടെ എക്കണോമിയിൽ നമുക്ക് മണി സപ്ലൈ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം കൂടുതൽ ആളുകൾ എന്തെടുക്കൂല? ലോൺ എടുക്കൂല. ഇനി ഡിഫ്ലേഷൻ ആണെന്നുണ്ടെങ്കിൽ മാർജിൻ ഓഫ് റിക്വയർമെന്റ്സ് ഡിക്രീസ് ആക്കാണ് ചെയ്യുക, കുറയ്ക്കാണ് ചെയ്യുക. ചിലപ്പോൾ 50 lakh വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 20 lakh ഒക്കെ ലോൺ കിട്ടും. അപ്പൊ നമ്മുടെ എക്കണോമിയിലേക്ക് കൂടുതൽ മണി എന്താവും? വരാണ് ചെയ്യുക. ഓക്കെ, ദെൻ അടുത്തൊരു ഇൻസ്ട്രുമെന്റ് ആണ് എന്ത്? റിസർവ് റേഷ്യോ. എന്താണ് റിസർവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്കൊരു ഡെപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു പോർഷൻ എന്താക്കി വെക്കും? റിസർവ് ആക്കിയിട്ട് വെക്കും. കുറച്ച് പോർഷൻ നമ്മൾ റിസർവ് ആക്കി വെക്കും, ബാക്കി പോർഷൻ മാത്രമേ നമ്മൾ ലെൻഡ് ചെയ്യുള്ളൂ, ലോൺ ആയിട്ട് കൊടുക്കുള്ളൂ. ഓക്കെ, നമ്മൾ ലോൺ ആയിട്ട് ബാക്കി ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക് പൊതുവേ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ,
അങ്ങനെ റിസർവ് ആക്കിയിട്ട് ഒന്നെങ്കിൽ അവർക്ക് ആ റിസർവ് ക്യാഷ് ആയിട്ട് വെക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഗോൾഡ് വാങ്ങിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടോ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും വെക്കാം. ക്യാഷ് ആയിട്ട് വെക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, CRR എന്ന് പറയുന്നത്. ഇനി അത് നമ്മൾ ഏതെങ്കിലും ഒരു സെക്യൂരിറ്റി വാങ്ങിയിട്ടോ അല്ലെങ്കിൽ ഗോൾഡ് വാങ്ങിയിട്ടോട്ടാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ എന്തെന്ന് പറയാം, SLR എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഈ ഒരു CRRലും SLRലും സ്യൂട്ടബിൾ ചേഞ്ചസ് വരുത്തുന്നതാണ് എന്ത്, റിസർവ് റേഷ്യോസ് എന്ന് പറയുന്നത്. സപ്പോസ് ഇപ്പൊ നമ്മളോട് ഇപ്പൊ RBI പറയാണ്, നിങ്ങൾക്ക് എത്രയാണോ ഡെപ്പോസിറ്റ് കിട്ടുന്നത് അതിന്റെ 10% നിങ്ങൾ റിസർവ് ആക്കി വെക്കണം, ബാക്കി 90% മാത്രമേ നിങ്ങൾ എന്താക്കിയാൽ മതി, ലോൺ ആയിട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ റിസർവ് ആക്കി വെക്കുന്നത്. ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു കസ്റ്റമർ അവരെന്താക്കും, അവരുടെ പൈസ വിഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാങ്കിന്റെ കയ്യിൽ പൈസ ഉണ്ടാവേണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് റിസർവ് ആക്കിയിട്ട് കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് RBI നമ്മളോട് പറഞ്ഞത്. ഇൻഫ്ലേഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ 10% എന്താക്കും, ഇൻക്രീസ് ആക്കും. ഈ 10% ഇൻക്രീസ് ആക്കും. RBI പറയും നിങ്ങൾ 10ന് പകരം ഇനി ഒരു 20% റിസർവ് ആക്കി വെച്ചിട്ട് ബാക്കി 80% മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ലോൺ ആയിട്ട് കൊടുത്താൽ മതി. സോ ആദ്യം 90% നമ്മുടെ എക്കണോമിയിലേക്ക് വരുമായിരുന്നു. ഓക്കെ, ഈ 90% എമൗണ്ട് എങ്ങോട്ടാണ് വരുന്നത്, നമ്മുടെ എക്കണോമിയിലേക്കാണ്. ഇപ്പൊ എത്ര മാത്രമേ വരുന്നുള്ളൂ, 80% മാത്രമേ വരുന്നുള്ളൂ. സോ നമുക്ക് മണി സപ്ലൈ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി ഡിഫ്ലേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് 10% ഉള്ളോട്ട് RBI പറയും നിങ്ങൾ ഒരു 5% മാത്രം റിസർവ് ആക്കി വെച്ചാൽ മതി, ബാക്കി 95% നിങ്ങൾ എന്താക്കിക്കോളൂ, ലോൺ ആയിട്ട് കൊടുത്തോളൂ. അപ്പൊ 95% എമൗണ്ട് എവിടേക്ക് വരും, നമ്മുടെ ഈ ഒരു എക്കണോമിയിലേക്ക് വരും, നമുക്ക് മണി സപ്ലൈ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ്. ഇനി ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാലോ, അതായത് RBI സെക്യൂരിറ്റീസ് സെയിൽ ചെയ്യുന്നതിനും അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇൻഫ്ലേഷൻ ആണെന്നുണ്ടെങ്കിൽ RBI എന്താ ചെയ്യുക, RBI സെക്യൂരിറ്റീസ് സെല് ചെയ്യും. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, കൂടുതൽ പണം ഉള്ള ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ RBI എന്താ ചെയ്യുക, സെക്യൂരിറ്റീസ് സെല് ചെയ്യും. സെക്യൂരിറ്റീസ് സെല് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ സെക്യൂരിറ്റീസ് വാങ്ങുമ്പോൾ അവരുടെ കയ്യിലുള്ള പൈസ ആരുടെ കയ്യിലേക്ക് എത്തും, RBIന്റെ കയ്യിലേക്ക് എത്തും. ഇനി ഡിഫ്ലേഷൻ ആണെന്നുണ്ടെങ്കിലോ RBI എന്താ ചെയ്യുക, പർച്ചേസ് ആണ് ചെയ്യുക. ബാക്കിയുള്ള സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യും. അപ്പൊ RBIന്റെ കയ്യിലുള്ള എമൗണ്ട് എവിടേക്ക് എത്തും, നമ്മുടെ എക്കണോമിയിലേക്ക് എത്തും. ഇതാണ് നമ്മുടെ ഇൻസ്ട്രുമെന്റ്സ്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, എന്താണ്, എക്സ്പ്ലെയിൻ 3 കണ്ടീഷൻസ് ഓഫ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഓഫ് ഫേം ഇൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഡയഗ്രാംസ് ഇൻ ഷോർട്ട് റൺ. അപ്പൊ നമ്മളോട് എന്താ പറഞ്ഞത്, 3 കണ്ടീഷൻ ഏതാണ്, പിന്നെ അതുപോലെ തന്നെ ഡയഗ്രാം വരച്ചിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ നമുക്കറിയാം പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അതെല്ലാം എന്നുണ്ടെങ്കിൽ മാക്സിമം പ്രോഫിറ്റ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം എന്നുള്ളത്. നമ്മളോട് ഷോർട്ട് റൺ ആണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഏതൊക്കെ കാണാം 3 കണ്ടീഷൻ, ആദ്യം നിങ്ങൾ ആ 3 കണ്ടീഷൻ ആണ് എഴുതേണ്ടത്. ഒന്നാമത്തത് എന്താണ്, മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് മാർജിനൽ കോസ്റ്റിന് ഈക്വൽ ആയിരിക്കണം. മാർക്കറ്റ് പ്രൈസ് മാർജിനൽ കോസ്റ്റിന് ഈക്വൽ ആയിരിക്കണം. P = MC ആയിരിക്കണം. ഓക്കെ, ഇനി അടുത്തത് എന്താണ്, അടുത്തതാണ് എന്ത്, MC ഷുഡ് ബി നോൺ ഡിക്രീസിങ്. MC എന്താവണം, നോൺ ഡിക്രീസിങ് ആയിരിക്കണം. അതായത് MC മാർജിനൽ കോസ്റ്റ് കർവ് പ്രൈസിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രൈസിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായിരിക്കണം, ഡിക്രീസിങ് ആവരുത്, ഇൻക്രീസിങ് ആയിരിക്കണം. ഇതാണ് നമ്മുടെ പ്രൈസിന്റെ ലൈന്, ഇതാണ് നമ്മുടെ MC എന്ന് പറയുന്നത്. ഓക്കെ, ഈ 2 പോയിന്റിലും കട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ പോയിന്റിൽ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ MC കർവ് എന്താണ്, കുറഞ്ഞു വരാണില്ല ചെയ്യുന്നത്. പക്ഷെ ഈ പോയിന്റിൽ കട്ട് ചെയ്തപ്പോൾ MC കർവ് എന്താണ്, കൂടി വരാണ് ചെയ്യുന്നത്. സോ MC എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഇൻക്രീസിങ് ആയിരിക്കണം, നോൺ ഡിക്രീസിങ് ആയിരിക്കണം. അത് മാത്രമല്ല പിന്നെ എന്താ പറയുന്നത്, MC curve should cut MR curve from below. MC curve MR curve അടിയിൽ നിന്നാണ് കട്ടാക്കേണ്ടതെന്ന്. ഇപ്പൊ ഇതിപ്പോ നോക്കാം, ഇതാണ് നമ്മുടെ MR curve എന്നുണ്ടെങ്കിൽ ഇവിടെ MC curve കട്ട് ചെയ്യുന്നത് മുകളിൽ നിന്നാണ് അല്ലേ, ഇവിടെ താഴെ നിന്നാണ്. അപ്പൊ ഈ ഒരു കണ്ടീഷൻ ആണ് സാറ്റിസ്ഫൈ ആവേണ്ടത്. പിന്നെ മൂന്നാമത്തെ ഒരു കണ്ടീഷൻ എന്താണ്, ഷോർട്ട് റൺ ആണെന്നുണ്ടെങ്കിൽ പ്രൈസ് എന്ന് പറയുന്നത് AVസിനെ കാട്ടി കൂടുതലോ ഈക്വൽ ആയിരിക്കണം. ലോങ് റൺ ആണെന്നുണ്ടെങ്കിൽ പ്രൈസ് ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ LRAC ആണ്. സോ ഇത് മൂന്നും സാറ്റിസ്ഫൈ ആവുന്ന ഒരു കണ്ടീഷൻ ആണ് ഈ ഒരു ഡയഗ്രത്തിൽ നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രൈസ്. പ്രൈസ് AR = MR ആണ് അല്ലെ, പ്രൈസ് AR = MR ആണ്. സോ നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്,
മാർക്കറ്റ് പ്രൈസ് ഷുഡ് ബി ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ്. മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് മാർജിനൽ കോസ്റ്റിന് ഈക്വൽ ആയിരിക്കണം എന്നുള്ളത്. അപ്പൊ ഈ ഒരു പോയിന്റ് ആണ് അത്. മാർക്കറ്റ് പ്രൈസും മാർജിനൽ കോസ്റ്റും ഈക്വൽ ആവുന്ന പോയിന്റ് എന്ന് പറയുന്നത് അതാണ്. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? മാർജിനൽ കോസ്റ്റ് കർവ് നോൺ ഡിക്രീസിങ് ആയിരിക്കണം. അപ്പൊ ഈ ഒരു പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ അത് എന്താണ് ആവുന്നത്? ഇൻക്രീസിങ് ആണല്ലേ ആവുന്നത്. സോ ആ ഒരു കണ്ടീഷൻ നമ്മൾ സാറ്റിസ്ഫൈ ആയി. പിന്നെ മൂന്നാമത് എന്താണ്? എം സി കർവ് ഷുഡ് കട്ട് എം ആർ കർവ് ഫ്രം ബിലോ. എം സി കർവ് എം ആർ കർവിനെ താഴെ നിന്ന് കട്ട് ചെയ്യണം. അപ്പൊ ഇതന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എം ആർ കർവ്. ഈ പ്രൈസും എം ആറും എ ആറും ഒക്കെ സെയിം ആണ്. സോ അതന്നെയാണ് നമ്മുടെ എന്ത്? എം ആർ കർവും. സോ അടുത്ത കണ്ടീഷൻ എന്താണ്? എം ആർ കർവിനെ താഴെ നിന്ന് കട്ട് ചെയ്യണം എന്നാ പറഞ്ഞത്. സോ എം സി ആണ് താഴെ. അപ്പൊ എം സി എം ആർ കർവിനെ കട്ട് ചെയ്യുന്നത് താഴെ നിന്നാണ്. രണ്ടാമത്തെ കണ്ടീഷനും സാറ്റിസ്ഫൈ ആയി. മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പ്രൈസ് എന്ന് പറയുന്നത് എ വിസിനെ കാട്ടി ഈക്വൽ അല്ലെങ്കിൽ എ വിസിനെ കാട്ടി ഗ്രേറ്റർ ദാനോ ആയിരിക്കണം. ഇതാണ് നമ്മുടെ എ വി സി കർവ്. ഇതാണ് നമ്മുടെ പ്രൈസ് ലൈൻ. അതെന്താണ്? എ വിസിനെ കാട്ടി കൂടുതലാണ്. സോ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കാം. ഇപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കാം. നിങ്ങൾ എക്സാമിൽ ഈ ഒരു രീതിയിൽ എന്താക്കണം? എക്സ്പ്ലനേഷൻ കൊടുക്കണം. നമ്മൾ ഷോർട്ട് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ ഓഫ് ഒ പി എ ക്യു 0 ആണ്. ഒ പി എ ക്യു 0 ഇതാണ് നമ്മുടെ ടോട്ടൽ റവന്യൂ. നമ്മുടെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒ ഇ ബി ക്യു 0 ആണ്. ഒ ഇ ബി ക്യു 0 ഇതാണ് നമ്മുടെ എന്ത്? ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. സോ ഈ ഷെയ്ഡഡ് പോർഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രോഫിറ്റ് ആയിരിക്കും. അപ്പം പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ കോസ്റ്റ് ആണ്. അപ്പൊ ഒ പി എ ക്യു മൈനസ് ഒ പി എ ക്യു 0 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇ പി എ ബി, അതായത് ഈ ഒരു ഷെയ്ഡഡ് പോർഷൻ നമുക്ക് കിട്ടും. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ പ്രോഫിറ്റ് മാക്സിമൈസേഷന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ 3 കണ്ടീഷൻ എഴുതി കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഈ ഒരു രീതിയിലാണ് ഗ്രാഫ് വരയ്ക്കേണ്ടത്. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ആവുന്നുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? സ്റ്റോക്കും ഫ്ലോയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഒരു എക്സാമ്പിൾ വെച്ചിട്ട് എഴുതാം. അപ്പൊ നമുക്കറിയാം സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിന്റ് ഓഫ് ടൈം, ഒരു വേരിയബിളിനെ നമ്മൾ ഒരു പോയിന്റ് ഓഫ് ടൈമിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്റ്റോക്ക് എന്ന് പറയുന്നത്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് എന്ത്? വെൽത്ത്, ക്യാപിറ്റൽ, ഇതൊക്കെ. ഇനി ഒരു വേരിയബിളിനെ നമ്മൾ ഒരു പീരീഡ് ഓഫ് ടൈമിലാണ് മെഷർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്താണ് പറയാ? അതിനെ നമ്മൾ ഫ്ലോ എന്നാണ് പറയാ. അതിന്റെ എക്സാമ്പിൾ ആണ് ഇൻകം, സ്പീഡ്, ഇതൊക്കെ. സപ്പോസ് നമ്മളിപ്പോ പറയാണ് 2024 ഇന്ത്യന്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 150 crore ആണ്. അങ്ങനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റോക്ക് ആയിരിക്കോ ഫ്ലോ ആയിരിക്കോ? അതൊരു പോയിന്റ് ഓഫ് ടൈമിലാണല്ലോ നമ്മൾ പറയുന്നത്. സോ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? അതിനെ നമുക്ക് സ്റ്റോക്ക് എന്ന് പറയാം. ഇനി നമ്മളൊരു പീരീഡ് എടുക്കുകയാണ്. നമ്മൾ പറയാണ് 2023 കാട്ടി 2024 ആയപ്പോഴത്തേക്കും ഇന്ത്യന്റെ പോപ്പുലേഷൻ 10% ആയിട്ട് ഇൻക്രീസ് ആയിട്ടുണ്ട്. അവിടെ നമ്മളൊരു പീരീഡിനാണ് പറയുന്നത്. 24 മുതൽ 25 അല്ലെങ്കിൽ 23 മുതൽ 24 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പീരീഡിനാണല്ലോ നമ്മൾ പറയുന്നത്. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫ്ലോ എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്കിനൊക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അടുത്തൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് എന്ത്? ലിമിറ്റേഷൻസ് ഓഫ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. ജി ഡി പിന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? ജി ഡി പി നമുക്ക് ഒരു ഗുഡ് ഇൻഡിക്കേറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് 3 ലിമിറ്റേഷൻസ് ആണ് ഉള്ളത്. ഒന്നാമത്തേതാണ് എന്ത്? ഇനിക്വാലിറ്റി ഇൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം. ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ഇനിക്വാലിറ്റി, അതായത് നമ്മുടെ ജി ഡി പി, നമ്മുടെ ഈ ഒരു നമ്മുടെ എക്കണോമിയുടെ ഇൻകം എന്ന് പറയുന്നത് എല്ലാ ആളുകൾക്കും ഒരുപോലെ എന്താവുന്നില്ല, ബെനിഫിറ്റ് കിട്ടുന്നില്ല. അതിന്റെ റിച്ച് ആയിട്ടുള്ള ആളുകൾക്കായിരിക്കും അതിന്റെ കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത്. മെജോറിറ്റിയും മൈനോറിറ്റി, അങ്ങനെ 2 വിഭാഗം ഉണ്ടല്ലേ. അതിൽ പുവർ ആയിട്ടുള്ള ആളുകൾക്ക് എന്ത് കിട്ടുന്നില്ല? അതിന്റെ ബെനിഫിറ്റ് കുറവ് കിട്ടുന്നുള്ളൂ. അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഒന്നും ഇൻക്രീസ് ആവുന്നില്ല. ഇതാണ് എന്ത്? ഇനിക്വാലിറ്റി ഇൻ ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം എന്ന് പറയുന്നത്. അടുത്തതാണ് എന്ത്? ജി ഡി പി ആൻഡ് നോൺ മോണിറ്ററി എക്സ്ചേഞ്ചസ്. നമ്മുടെ എക്കണോമിയിൽ ഒരുപാട് നോൺ മോണിറ്ററി ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് എന്ത്? നമ്മുടെ വീട്ടിൽ നമ്മുടെ മദർ, നമ്മുടെ ഉമ്മ അല്ലെങ്കിൽ നമ്മുടെ അമ്മ ചെയ്യുന്ന വീട്ടു ജോലികൾ. അതെന്താണ്? അവർ നമുക്ക് വേണ്ടി ഒരു സർവീസ് ആണല്ലേ ചെയ്യുന്നത്. അതിനെ നമുക്കൊരു എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയാം. പക്ഷെ ആ ഒരു ടൈപ്പ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് ഒന്നും നമുക്ക് എന്തിലേക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നില്ല? നമ്മുടെ ജി ഡി പിയിലേക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ദെൻ അടുത്തതാണ് എന്ത്? എക്സ്റ്റേർണാലിറ്റീസ്. അൺഇന്റൻഡഡ് കോൺസിക്വൻസസ് ഓഫ് ആക്ഷൻസിനാണ് നമ്മൾ എന്തെന്ന് പറയാം? എക്സ്റ്റേർണാലിറ്റീസ് എന്ന് പറയാം. അത് ബെനിഫിഷ്യലും ഉണ്ട്, അതുപോലെ തന്നെ ഹാംഫുള്ളും ഉണ്ട്. എന്താണ് ബെനിഫിഷ്യൽ, എന്താണ് ഹാംഫുൾ? നമ്മൾ എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിൾ ആണ് എന്തെന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു റോഡ് ഇല്ലാത്തൊരു സ്ഥലമാണ്, അവിടെ നമ്മളൊരു റോഡ് ഉണ്ടാക്കി വെക്കാണ്. അതെന്തായിരിക്കും? അവിടെയുള്ള ആളുകൾക്കൊക്കെ ഒരു ബെനിഫിറ്റ് ആയിരിക്കും അല്ലേ? അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബെനിഫിഷ്യൽ എക്സ്റ്റേർണാലിറ്റീസ് എന്ന് പറയുന്നത്. ഇനി
ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ഫാക്ടറി വന്ന് ഫാക്ടറിത്തെ വേസ്റ്റും കാര്യങ്ങളൊക്കെ റോഡിലും അവിടുത്തെ പുഴയിലൊക്കെ ഡംപ് ചെയ്യാണ്, അവിടുത്തെ ആളുകൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കാണ്. അതെന്താണ്? അത് ഹാംഫുൾ ആയിട്ടുള്ള എക്സ്റ്റേണാലിറ്റീസ് ആണ്. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് എന്തിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മുടെ GDP കാൽക്കുലേഷനിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നില്ല. സോ ഈ 3 ലിമിറ്റേഷൻസ് ആണ് നിങ്ങൾ എന്താക്കേണ്ടത്, എഴുതി കൊടുക്കേണ്ടത്. അടുത്തത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഗവൺമെന്റ് ബഡ്ജറ്റ്. ഗവൺമെന്റ് ബഡ്ജറ്റിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളത് 3 ഒബ്ജക്റ്റീവ്സ് ആണ്. എന്തൊക്കെയാണ്? അലോക്കേഷൻ ഫംഗ്ഷന്, റീഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്, സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷന്. ഓക്കെ, എന്താണ് അലോക്കേഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പബ്ലിക് ഗുഡ്സ് ഒക്കെ പബ്ലിക്കിന് അവൈലബിൾ ആക്കാം. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അലോക്കേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. Making available to the all public goods, distributing effectively among all the people of the economy. Okay, പബ്ലിക് ഗുഡ്സ് ഒരിക്കലും എന്താക്കാൻ പറ്റില്ല, നമുക്ക് വാങ്ങാനോ വിൽക്കാനോ ഒന്നും പറ്റില്ല. ഈ പബ്ലിക് ഗുഡ്സ് ഒക്കെ പബ്ലിക്കിന് അവൈലബിൾ ആക്കി കൊടുക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അലോക്കേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. റീഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഇൻകത്തിലുള്ള ഇനീക്വാലിറ്റി ഇൻ ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം കാര്യങ്ങളൊക്കെ നമ്മൾ എന്താക്കുക, പല ടൈപ്പ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസിലൂടെ ആ ഇനീക്വാലിറ്റി നമ്മൾ ഇല്ലാണ്ടാക്കുക. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റീഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പിന്നെന്താണ് സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷൻ, അതായത് മാർക്കറ്റ് പ്രൈസും അതുപോലെ തന്നെ എക്കണോമി ഒക്കെ നമ്മൾ സ്റ്റേബിൾ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് എക്കണോമിക് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തതാണ് നിങ്ങൾക്ക് ചോദിച്ചു വരുന്നതാണ് പ്രൈസ് സീലിംഗും അതുപോലെ തന്നെ പ്രൈസ് ഫ്ലോറും. ഇതെന്താണ്, ഇതിന്റെ ഡിഫറൻസ് എന്താണ്, ഇതൊരു ഡയഗ്രാം വെച്ചിട്ടൊക്കെ ചിലപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കും. സോ പ്രൈസ് സീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് എന്ത് കൊണ്ടുവരുന്നത്, പ്രൈസ് സീലിംഗ് കൊണ്ടുവരുന്നത്. എന്താണ്, നമ്മൾ ചില ഐറ്റത്തിന്റെ പ്രൈസിന്റെ മുകളിൽ നമ്മൾ എന്താക്കുക, ഒരു അപ്പർ ലിമിറ്റ് ഫിക്സ് ചെയ്യുക. അതായത് ഇപ്പൊ നമ്മളിപ്പോ അരി 30 രൂപ, അതിന്റെ മുകളിലേക്ക് എന്താക്കാൻ വേണ്ടി പറ്റൂല, അതിന്റെ പ്രൈസ് ഇൻക്രീസ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. സോ അപ്പർ പ്രൈസ് ലിമിറ്റ് ഇമ്പോസ്ഡ് ബൈ ദി ഗവൺമെന്റ് ആണ് എന്തെന്ന് പറയുന്നത്, പ്രൈസ് സീലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം ഈ പ്രൈസ് സീലിംഗ് മെയിൻ ആയിട്ട് എന്തൊക്കെയാണ്, നെസസറി ഐറ്റംസിലായിരിക്കും. അതായത് വീറ്റ്, റൈസ്, കെറോസിൻ, ഇതിന്റെ മുകളിലൊക്കെയാണ് നമ്മൾ എന്ത് ഫിക്സ് ചെയ്യുക, ഒരു അപ്പർ ലിമിറ്റ് ഫിക്സ് ചെയ്യാം. ഓക്കെ, ഈ ഒരു അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഇക്വിലിബ്രിയം പ്രൈസിനെക്കാട്ടിയും താഴെയായിരിക്കും. ഇക്വിലിബ്രിയം പ്രൈസിനെക്കാട്ടി താഴെയായിരിക്കും നമ്മൾ ഈ ഒരു അപ്പർ ലിമിറ്റ് ഫിക്സ് ചെയ്യുക. ഓക്കെ, എക്സസ് ഡിമാൻഡ് ആണ് ഇതിലൂടെ ഉണ്ടാവുന്നത്. ഇതിന്റെ എന്താണ്, നമ്മുടെ ഇപ്പൊ പ്രൈസ് ഷോപ്സ് ആർ ഫെയർ പ്രൈസ്, അപ്പൊ നമ്മുടെ റേഷൻ ഷോപ്പ് ഒക്കെ അതിന്റെ എന്താണ് ഒരു എക്സാമ്പിൾ ആണ്. ഇനി പ്രൈസ് ഫ്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊണ്ടുവന്നത്, പ്രൈസ് ഫ്ലോർ കൊണ്ടുവന്നത്. അതെന്താണ്, ഒരു ലോവർ ലിമിറ്റ് ഫിക്സ് ചെയ്യാം. നേരത്തെ നമ്മളൊരു അപ്പർ ലിമിറ്റ് ആണല്ലോ ഫിക്സ് ചെയ്തത്, ഇവിടെ നമ്മളൊരു ലോവർ ലിമിറ്റ് ഫിക്സ് ചെയ്യാണ്. അതിന്റെ താഴേക്ക് പിന്നെ അതിന്റെ പ്രൈസ് എന്താക്കാൻ വേണ്ടി പറ്റില്ല, കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. അപ്പം ലോവർ പ്രൈസ് ലിമിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്, പ്രൈസ് ഫ്ലോർ എന്ന് പറയുന്നത്. ഇത് എന്തിന്റെ മുകളിലാണ് ഇമ്പോസ് ചെയ്യാം, ഈ പാഡി, അതുപോലെ തന്നെ കോക്കനട്ട്, മിനിമം വേജസ് ഫോർ വർക്കേഴ്സ്, ഇതിന്റെ മുകളിലൊക്കെയാണ് നമ്മൾ എന്ത് ഫിക്സ് ചെയ്യുക, ലോവർ ലിമിറ്റ് ഫിക്സ് ചെയ്യുക. ഓക്കെ, ഈ ഒരു ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഇക്വിലിബ്രിയം പ്രൈസിനെക്കാട്ടി മുകളിലായിരിക്കും. നേരത്തെ ഇക്വിലിബ്രിയം പ്രൈസിനെക്കാട്ടി താഴെയായിരിക്കും, ഇത് ഇക്വിലിബ്രിയം പ്രൈസിനെക്കാട്ടി മുകളിലായിരിക്കും. എക്സസ് സപ്ലൈ ആണ് ഇതിലൂടെ ഉണ്ടാവുക. ഓക്കെ, ഇനിയിപ്പോ ഈ എക്സസ് ഡിമാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് ആരാണ് പർച്ചേസ് ചെയ്യുക, ഗവൺമെന്റ് ആയിരിക്കും, പർച്ചേസ് ബൈ ദി ഗവൺമെന്റ് ആയിരിക്കും. ഓക്കെ, ഇനി ഇതിന്റെ പിക്ചർ അല്ലെങ്കിൽ ഡയഗ്രാം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇത് നമ്മുടെ എന്താണ്, സപ്ലൈ കർവ് ആണ്, ഇത് നമ്മുടെ ഡിമാൻഡ് കർവ് ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ സപ്ലൈയും ഡിമാൻഡും ഈക്വൽ ആവുന്ന ഈ ഒരു പോയിന്റ് ആണ് നമ്മുടെ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. സോ അതിന്റെ താഴെ ആയിരിക്കും നമ്മൾ എന്ത് ഫിക്സ് ചെയ്യുക, നമ്മൾ പ്രൈസ് സീലിംഗ് നമ്മൾ ഫിക്സ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ പ്രൈസ് സീലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇക്വിലിബ്രിയം പ്രൈസിനെക്കാട്ടി താഴെ നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്തു. സോ നമുക്ക് എന്താണ് ഉണ്ടാവുന്നത്, എക്സസ് ഡിമാൻഡ് ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി പ്രൈസ് ഫ്ലോർ എന്ന് പറഞ്ഞാലോ സെയിം തന്നെ, ഇതാണ് നമ്മുടെ ഇക്വിലിബ്രിയം പ്രൈസ്. ഓക്കെ, ഇതിന്റെ മുകളിലായിരിക്കും നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുക. ഇതാണ് പ്രൈസ് ഫ്ലോർ, നമുക്ക് എക്സസ് സപ്ലൈ ആണ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ എന്താക്കേണ്ടത്, ഡയഗ്രാം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അടുത്തതാണ് list out 3 ways in which economy makes economic relation with other countries.
ഒരു എക്കണോമി മറ്റുള്ള കൺട്രീസിനെക്കാട്ടി എങ്ങനെയാണ് റിലേഷൻസ് കീപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് റിലേഷൻസ് ഉണ്ടാക്കുന്നത്? 3 വ്യത്യസ്ത മെത്തേഡുകൾ ഏതൊക്കെയാന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമതാണ് എന്ത്? ഔട്ട്പുട്ട് മാർക്കറ്റ്. അതായത് നമ്മുടെ ഗുഡ്സും സർവീസും ഒക്കെ 2 കൺട്രീസ് തമ്മിൽ ട്രേഡ് ചെയ്യുക. നമ്മൾ അങ്ങോട്ട് സാധനങ്ങൾ കൊടുക്കുക, അവർ ഇങ്ങോട്ട് സാധനങ്ങൾ തരിക. അപ്പൊ നമുക്ക് എന്താക്കാൻ വേണ്ടി പറ്റും? ഒരു റിലേഷൻ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അടുത്താണ് എന്ത്? ഫൈനാൻഷ്യൽ മാർക്കറ്റ്. നമുക്ക് എന്തെങ്കിലും ഒരു ഫണ്ടിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ബാക്കിയുള്ള കൺട്രീസിൽ നിന്ന് നമ്മൾ എന്താക്കുക? ബോറോ ചെയ്യുക, അവര് നമ്മളെ അടുത്തുനിന്ന് ബോറോ ചെയ്യുക. ഇങ്ങനെ ഇന്റർനാഷണൽ ബാങ്കിങ് കാര്യങ്ങൾ, ഇതൊക്കെ എന്താണ്? ഫൈനാൻഷ്യൽ മാർക്കറ്റ് ആണ്. അപ്പോഴും നമുക്ക് എന്താക്കാൻ വേണ്ടി പറ്റും? ഒരു റിലേഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഫൈനാൻഷ്യൽ അസറ്റും കാര്യങ്ങളൊക്കെ, സെക്യൂരിറ്റീസ് വാങ്ങാം, അതൊക്കെ നമുക്ക് എന്താക്കാം? ചെയ്യാം. അതാണ് എന്ത്? ഫൈനാൻഷ്യൽ മാർക്കറ്റ്. ദെൻ അടുത്തതാണ് എന്ത്? ലേബർ മാർക്കറ്റ്. അതായത് ഇവിടെയുള്ള ആളുകൾ ബാക്കിയുള്ള കൺട്രീസിൽ പോയിട്ട് വർക്ക് ചെയ്യുക, അവിടുത്തെ ആളുകൾ ഇവിടെ വന്ന് വർക്ക് ചെയ്യുക. ഈ ഒരു രീതിയിൽ നമുക്ക് എന്താക്കാൻ വേണ്ടി പറ്റും? റിലേഷൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഈ 3 മെത്തേഡുകളാണ് നിങ്ങൾ മൈൻഡിൽ വെക്കേണ്ടത്. ഏതൊക്കെയാണ്? ഔട്ട്പുട്ട് മാർക്കറ്റ്, ഫൈനാൻഷ്യൽ മാർക്കറ്റ്, ലേബർ മാർക്കറ്റ്. ഓക്കെ, അടുത്തത് എന്താണ്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് SC ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്? GDP കാൽക്കുലേഷന് 3 മെത്തേഡുകൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഫസ്റ്റ് വൺ ആണ് എന്ത്? പ്രൊഡക്റ്റ് മെത്തേഡ്. പ്രൊഡക്റ്റ് മെത്തേഡ് പ്രകാരം നമ്മൾ എങ്ങനെയാണ് GDP കാൽക്കുലേറ്റ് ചെയ്യുക? ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ ഒരു എക്കണോമിയിൽ ഉണ്ടാക്കിയ എല്ലാ ഫൈനൽ ഗുഡ്സിന്റെയും സർവീസിന്റെയും സം ടോട്ടൽ ആയിരിക്കും എന്ത്? GDP എന്ന് പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്താണ്? GVA ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റ് മെത്തേഡ് യൂസ് ആക്കുന്നത്? ഡബിൾ കൗണ്ടിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ ഗ്രോസ് വാല്യൂ ആഡഡ് എത്രയാണെന്ന് നോക്കും. ഗ്രോസ് വാല്യൂ ആഡഡ് നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? വാല്യൂ ഓഫ് ഔട്ട്പുട്ടിൽ നിന്നും ഇന്റർമീഡിയറ്റ് കൺസംഷൻ നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഗ്രോസ് വാല്യൂ ആഡഡ് കിട്ടും. എന്താണ് ഇന്റർമീഡിയറ്റ് കൺസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ചില സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻപുട്ട് ഒക്കെ ഇട്ട് കൊടുക്കേണ്ടി വരും അല്ലേ? ഈ ഇൻപുട്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ ചില കേസിൽ അതൊരു ഫൈനൽ ഗുഡ്സ് ആയിരിക്കും. സപ്പോസ് നമ്മളിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിലും നമ്മളൊരു ഷുഗർ ഉണ്ടാക്കി കഴിഞ്ഞ് ഈ ഷുഗർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? കേക്ക് ഉണ്ടാക്കുന്നത്. സോ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഷുഗർ എന്ന് പറയുന്നത് ഒരു ഇൻപുട്ട് ആണ് അല്ലെ? അപ്പൊ അങ്ങനെ നമ്മൾ ഇൻപുട്ട് ആ ഒരു ഇൻപുട്ടിന്റെ എമൗണ്ട് ആണ് ഇന്റർമീഡിയറ്റ് കൺസംഷൻ നമ്മൾ എന്താക്കാം? മൈനസ് ചെയ്യുക. സോ കാരണം എന്താണ്? നമ്മൾ ഇവിടെ ഫസ്റ്റ് നമ്മൾ ഷുഗർ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഷുഗർ നമ്മൾ എന്തിലേക്ക് ആഡ് ചെയ്തിക്കണേ? ഷുഗറിന്റെ വാല്യൂ GDP-യിലേക്ക് ആഡ് ചെയ്തിക്കണേ. ഇനി നമ്മൾ കേക്കിന്റെ വാല്യൂ നമ്മൾ GDP-യിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അതിൽ ഓൾറെഡി എന്തിന്റെ വാല്യൂ ഉണ്ടാവും? ഷുഗറിന്റെ വാല്യൂ ഉണ്ടാവും. കാരണം ഷുഗർ അതിൽ എന്തായിട്ട് യൂസ് ചെയ്തിക്കണേ? ഇൻപുട്ട് ആയിട്ട് യൂസ് ചെയ്തിക്കണേ. സോ അവിടെ 2 തവണ ഷുഗറിന്റെ വാല്യൂ ആഡ് ആയി വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഡബിൾ കൗണ്ടിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇന്റർമീഡിയറ്റ് കൺസംഷൻ അതിൽ നിന്നും കുറയ്ക്കുന്നത്. ഓക്കെ, അപ്പൊ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ആണ് എന്തെന്ന് പറയുന്നത്? വാല്യൂ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ GVA കിട്ടിക്കഴിഞ്ഞാല് ഇതിപ്പോ ഒരു ഫേമിന്റെ GVA ആയിരിക്കും. അങ്ങനെ എല്ലാ ഫേമിന്റെ GVAയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? GDP കിട്ടി. ഓക്കെ, അപ്പൊ GVA നിന്നും NVA നെറ്റ് വാല്യൂ ആഡഡ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ, NVA കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താക്കിയാൽ മതി? GVA മൈനസ് ഡിപ്രിസിയേഷൻ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ദെൻ രണ്ടാമത്തെ മെത്തേഡ് ആണ് എന്ത്? എക്സ്പെൻഡിച്ചർ മെത്തേഡ്. എക്സ്പെൻഡിച്ചർ മെത്തേഡ് പ്രകാരം നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? എല്ലാ ഫൈനൽ എക്സ്പെൻഡിച്ചേഴ്സിനും നമ്മൾ ആഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ്? നമുക്ക് 4 സെക്ടേഴ്സ് ആണല്ലോ ഉള്ളത്. ഏതൊക്കെയാണ്? ഹൗസ് ഹോൾഡ്, ഫേം, ഗവൺമെന്റ്, അതുപോലെ തന്നെ എക്സ്റ്റേണൽ സെക്ടേഴ്സ്. ഈ 4 സെക്ടറിൽ വരുന്ന എക്സ്പെൻഡിച്ചേഴ്സ് നമ്മൾ എന്താക്കുക? ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് എക്സ്പെൻഡിച്ചർ മെത്തേഡ് പ്രകാരം GDP കിട്ടും. അതായത് കൺസംഷൻ, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ്, ഗവൺമെന്റ് ഫൈനൽ എക്സ്പെൻഡിച്ചർ, എക്സ്പോർട്ട്, അതിൽ എക്സ്പോർട്ട് ആഡ് ചെയ്യുക. ദെൻ അതിൽ നിന്നും എന്ത് മൈനസ് ചെയ്യുക? ഇമ്പോർട്ട് മൈനസ് ചെയ്യുക. സോ കൺസംഷൻ പ്ലസ് ഇൻവെസ്റ്റ്മെന്റ് പ്ലസ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ പ്ലസ് എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് ആണ് എന്തെന്ന് പറയുന്നത്? എക്സ്പെൻഡിച്ചർ മെത്തേഡ് പ്രകാരം GDP എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ ആണ് അല്ലേ? ദെൻ അടുത്ത മെത്തേഡ് ആണ് എന്ത്? ഇൻകം മെത്തേഡ്. ഇൻകം മെത്തേഡ് പ്രകാരം എല്ലാ ഇൻകം, അതായത് ഫാക്ടർ ഇൻകം ആണ് നമ്മൾ എന്താക്കേണ്ടത്? ആഡ് ചെയ്യേണ്ടത്. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? GDP കിട്ടി. വിച്ച് മീൻസ് റെന്റ് പ്ലസ് വേജസ് പ്ലസ് ഇൻട്രസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? GDP കിട്ടും. അപ്പൊ ഇതാണ് ഇൻകം മെത്തേഡ് പ്രകാരം നമ്മുടെ GDP എന്ന് പറയുന്നത്. ഈ 3 മെത്തേഡുകളും വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഒരുപാട് വട്ടം എക്സ്പ്ലെയിൻ ചെയ്തതുമാണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ് എന്താണ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്? ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റും അതുപോലെ തന്നെ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഓക്കെ, അപ്പൊ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൺട്രീന്റെ കറൻസി മറ്റൊരു കൺട്രീന്റെ കറൻസിയിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. സപ്പോസ് നമുക്ക് പറയാം $1 എന്ന് പറഞ്ഞാല്
82 ഇന്ത്യൻ റുപ്പിയാണ്. ഇവിടെ $1 നമ്മൾ ഇന്ത്യൻ റുപ്പിയിൽ കൺവേർട്ട് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ എത്രയാണ്? 82 ഇന്ത്യൻ റുപ്പീസ് ആണ്. സോ ഇങ്ങനെ നമ്മൾ പറയുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. ഇതിൽ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്? ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റും ഉണ്ട്. ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാർക്കറ്റ് ഫോഴ്സിനനുസരിച്ചിട്ട് എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. അതായത് മാർക്കറ്റ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ചിലെ മാർക്കറ്റ് ഡിമാൻഡും സപ്ലൈയും എന്ത് തീരുമാനിക്കുക? എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമൈൻ ചെയ്യുക. ഡിമാൻഡിനും സപ്ലൈക്കും അനുസരിച്ചിട്ട് എക്സ്ചേഞ്ച് റേറ്റ് പറയുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവൺമെന്റോ അതല്ലാന്നുണ്ടെങ്കിൽ മോണിറ്ററി അതോറിറ്റിയോ ഒരു എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്യും. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് ഇത്ര മാത്രം മനസ്സിലാക്കി വെക്കാം. The price of one currency in terms of other currency is known as foreign exchange rate അല്ലെങ്കിൽ എക്സ്ചേഞ്ച് റേറ്റ്. ഒരു കറൻസിന്റെ പ്രൈസിന് മറ്റൊരു കറൻസിന്റെ പ്രൈസിൽ നമ്മൾ പറയുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. ഫ്ലെക്സിബിൾ ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഡിമാൻഡിന്റെയും അതുപോലെ തന്നെ സപ്ലൈന്റെയും അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുക. ഫിക്സഡ് ആണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റോ അതല്ലാന്നുണ്ടെങ്കിൽ മോണിറ്ററി അതോറിറ്റിയോ ആയിരിക്കും ഡിറ്റർമൈൻ ചെയ്യുക. അത്ര മാത്രം നിങ്ങൾ എന്താക്കാം? മനസ്സിലാക്കി വെക്കാം. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് എന്ത്? സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. 2 സെക്ടർ മോഡൽ എക്കണോമിയിൽ എന്താണ്? അത് ഡയഗ്രാം വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമുക്കറിയാം 2 സെക്ടർ മോഡൽ എന്ന് പറയുമ്പോൾ നമ്മൾ 2 സെക്ടേഴ്സ് ആണ് എടുക്കുന്നത്. ഒന്ന് ഫേം, അതുപോലെ തന്നെ ഹൗസ് ഹോൾഡ്. ഒരു കാര്യം മനസ്സിലാക്കാം, ഫേം ആണ് എന്തുണ്ടാക്കുക? ഗുഡ്സും സർവീസും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾ ആരാണ്? ഫേം ആണ്. ഇവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ കൊടുക്കുക ആരാണ്? ഹൗസ് ഹോൾഡും ആയിരിക്കും. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ഹൗസ് ഹോൾഡ് എന്താക്കും? ഇവർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ കൊടുക്കും. ആർക്ക്? ഫേമിന്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ് കൊടുക്കുക. ഓക്കെ. അപ്പൊ അതിനാണ് നമ്മൾ എന്താ പറയാ? ഫ്ലോ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ, ഇതൊക്കെ ആർക്ക് കൊടുക്കും? ഫേമിന് കൊടുക്കും. ഈ ഒരു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ റിവാർഡ് ആര് തിരിച്ചു കൊടുക്കും? ഫേം തിരിച്ച് ആർക്ക് കൊടുക്കും? ഹൗസ് ഹോൾഡിന് കൊടുക്കും. അതിന് നമ്മൾ ഫാക്ടർ ഇൻകം എന്നാണ് പറയുന്നത്. സോ ഫാക്ടർ ഇൻകം തിരിച്ചു കൊടുക്കാണ്. അത് റെന്റ് ആയിട്ട്, വേജ് ആയിട്ട്, ഇൻട്രസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആയിട്ട് തിരിച്ചു കൊടുക്കും. ഇനി ഈ ഒരു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആരെന്തുണ്ടാക്കും? ഫേം ഗുഡ്സും സർവീസും പ്രൊഡ്യൂസ് ചെയ്യും. ഇവരുടെ കയ്യിൽ ഇപ്പൊ ഇൻകം ഉണ്ട് കേട്ടോ. ഫേമിന്റെ അടുത്ത് നിന്ന് കിട്ടിയ ഇൻകം ഹൗസ് ഹോൾഡിന്റെ കയ്യിലുണ്ട്. ആ എൻറ്റയർ ഇൻകം അവർ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ആക്കുന്നത്? ഗുഡ്സും സർവീസും ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ്. സോ അവരെന്താക്കും? അതിന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻസ് ആർക്ക് കൊടുക്കും? ഫേമിന് കൊടുക്കും. ഗുഡ്സും സർവീസും ഒക്കെ വാങ്ങാനുള്ള പൈസ ആർക്ക് കൊടുക്കും? ഫേമിന് കൊടുക്കും. ഓക്കെ. ഇനി ആ പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഫേം എന്താക്കും? പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സും സർവീസും ഒക്കെ ഹൗസ് ഹോൾഡിന് സപ്ലൈ ചെയ്യും. ഇങ്ങനെയാണ് എന്തുണ്ടാവുന്നത്? സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ഉണ്ടാവുന്നത്. സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? 2 സെക്ടേഴ്സുകൾ തമ്മിലുള്ള ഇന്റർ റിലേഷൻഷിപ്പ് ആണ്. എങ്ങനെയാണ് ഇൻകം ഫ്ലോ ചെയ്യുന്നത് അതാണ് എന്തെന്ന് പറയുന്നത്? സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഒരു രീതിയിലാണ് അത് എന്താക്കി കൊടുക്കേണ്ടത്? വരച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ. ദെൻ അടുത്തൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് എന്ത്? പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. ഇൻഡിഫറൻസ് കർവിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പം ഒരു 4 മാർക്കിന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ 4 പ്രോപ്പർട്ടീസ് എഴുതി കൊടുക്കാം. 3 മാർക്കിനാണെന്നുണ്ടെങ്കിൽ 3-4 എണ്ണം നിങ്ങൾ എന്താക്കുക? എഴുതി കൊടുക്കാം. ഓക്കെ. ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഷേപ്പ് എങ്ങനെയാണ്? കോൺവെക്സ് ടു ഒറിജിൻ ആണ്. എന്തുകൊണ്ടാണ് കോൺവെക്സ് ടു ഒറിജിൻ ആവുന്നത്? ബിക്കോസ് ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ടാണ് അത് എന്താവുന്നത്? കോൺവെക്സ് ടു ഒറിജിൻ ആവുന്നത്. ഓക്കെ. അപ്പൊ ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് കോൺവെക്സ് ആണ്. ദെൻ രണ്ടാമത്തത് എന്താണ്? IC എന്ന് പറഞ്ഞാൽ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ടുള്ള ഒരു കർവ് ആണ്. ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് വരുന്ന ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ടുള്ള ഒരു കർവ് ആണ്. മൂന്നാമത്തത് എന്താണ്? ഒരുപാട് ICs ഉണ്ട്. ഒരുപാട് IC കർവ്, ഇൻഡിഫറൻസ് കർവുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഏറ്റവും മുകളിൽ ഏതാണോ അതിൽ നിന്നായിരിക്കും നമുക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. അപ്പം ടുവാർഡ്സ് റൈറ്റ്, നമ്മൾ റൈറ്റിലേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ് നമുക്ക് കിട്ടുക. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ IC1, ഇത് നമ്മുടെ IC2, ഇത് നമ്മുടെ IC3. ഇങ്ങനെ ഒരുപാട് ICകൾ ഉണ്ട്. ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുക ഏതെന്നാണ്? IC3 എന്നാണ്. ഓക്കെ. പിന്നെന്താണ്? നാലാമത്തത് എന്ന് പറഞ്ഞാൽ എന്താണ്? IC കർവ് ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യൂല. 2 IC കർവുകൾ തമ്മിൽ എന്താവില്ല? ഇന്റർസെക്ട് ചെയ്യൂല. കാരണം IC1 എന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ അല്ല നമുക്ക് IC2 എന്ന് കിട്ടുന്നത്. IC2 എന്ന് കിട്ടുന്നതല്ല നമുക്ക് IC3 എന്ന് കിട്ടുന്നത്. എല്ലാം ഡിഫറെന്റ് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. സോ അതെന്താവില്ല? ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യൂല.
അപ്പൊ നമ്മളിപ്പോൾ ഇവിടെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കണേ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ ഒരു തിയറി ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചു പോവാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഒരു 60% മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ബാക്കിയുള്ള ഒരു 40% നിങ്ങൾ പ്രോബ്ലം കൂടി പഠിച്ചു കഴിഞ്ഞാൽ സെറ്റ് ആയിട്ട് നിങ്ങൾക്ക് 100% മാർക്കാണ് ഷുവർ ആയിട്ട് കിട്ടാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.